ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അല്ലു അർജുൻ്റെ പുഷ്പ 2 റിലീസ് ചെയ്തിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ കട്ട നെഗറ്റീവ് റിവ്യൂ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മലയാളിയുടെ ടിപ്പിക്കൽ സ്വഭാവമായിട്ട് തന്നെ നമുക്ക് തോന്നുകയാണ്. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3 മണിക്കൂറിന് മുകളിലുള്ള ഒരു സിനിമ. ഇത് ഒരു തെലുങ്ക് സിനിമയാണ്. ഇതാണ് മലയാളി ചിന്തിക്കാത്തത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവൻ ചിന്തിക്കുന്ന ലെവലിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിഗംഭീരമായിട്ട് സിനിമ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ കോമഡിയാക്കുന്നു ആളുകൾ. ഇത് പലർക്കും തിയേറ്ററിലിരിക്കുമ്പോൾ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും ചുറ്റിയിരിക്കുന്നവന്മാർ ഇരുന്ന് ചിരിക്കുമ്പോൾ അറിയാതെ നമ്മളിലേക്കും അത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ടൈം ഡ്യൂറേഷൻ തന്നെയാണ് സിനിമയുടെ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം എടുത്ത് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂറിലേക്ക് എത്തുകയാണെങ്കിൽ സിനിമ ഗംഭീരമാക്കി എത്തിക്കാനും കഴിയുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് 3.5 മണിക്കൂർ എന്നുള്ളത് അത് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡയറക്ടർക്കൊക്കെ അറിയാം. എന്താണെങ്കിലും പറയത്തക്ക അല്ലെങ്കിൽ പ്രചരിക്കത്തക്ക രീതിയിലുള്ള കട്ട അപരാധങ്ങളൊന്നുമല്ല. ആവറേജ് എന്നുള്ള ലെവലിലേക്ക് സിനിമ പോകാം. ഒരുപക്ഷെ ആദ്യ സിനിമയുടെ പ്രതീക്ഷയായിരിക്കാം. ഇനി നമ്മളുടെ മാറ്ററിലേക്ക് വരാം. പുഷ്പ 2 അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടുമോ എന്നുള്ളതാണ്. പുഷ്പ 1 അല്ലെങ്കിൽ പുഷ്പ എന്ന ചിത്രത്തിൽ അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയതാണ്. കാരണം ഈ സിനിമയിലെ അഭിനയത്തിന് നാഷണൽ അവാർഡ് കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം അത് തീർത്തും എല്ലാവരിലും നമ്മൾ മലയാളികളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഞെട്ടിയ ഒരു കാര്യമാണ്. ഇനി മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഭ്രമയോഗമാണ് അടുത്ത തുറുപ്പ് ചീട്ടായിട്ട് മമ്മൂട്ടിയുടെ ഇരിക്കുന്നത്. പക്ഷേ ഒരു മമ്മൂട്ടി ആരാധകന് പോലും നാഷണൽ അവാർഡിൽ പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം കണ്ട കാലങ്ങൾ കഴിഞ്ഞ 28 കൊല്ലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരേ ഒരു കാര്യം തന്നെ, മമ്മൂട്ടി എങ്ങനെയൊക്കെ അഭിനയിച്ചാലും നാഷണൽ അവാർഡ് കൊടുക്കില്ല. പത്മഭൂഷണും പത്മശ്രീയും അല്ലെങ്കിൽ പത്മഭൂഷൺ ഇനിയും കൊടുക്കില്ല. അങ്ങനെ ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരിൽ നിന്ന് ആ മോഹം പാടെ അവർ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ചോദ്യം പുഷ്പ 2-ൽ അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടാതിരിക്കാൻ ചാൻസുകളൊന്നുമില്ല. കാരണം പുഷ്പ 1-ന് കിട്ടുകയാണെങ്കിൽ പുഷ്പ 2-നും കിട്ടാമെന്ന് തന്നെയാണ്. പിന്നെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഉള്ള കാര്യം വേറെ ഒന്നുമല്ല. പുഷ്പ 1-നെ നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയ പുഷ്പ 1 നമ്മളൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്ത് നീറ്റായിട്ടാണ് വന്നത്. ഇത് ആദ്യ ദിവസം തന്നെ തള്ളിക്കയറി ഓവർ എക്സ്പെക്റ്റേഷനോടുകൂടി പോകുമ്പോൾ ഇത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു തെലുങ്ക് പടം എന്നുള്ള ലെവലിൽ തന്നെ കാണുക. ഒരിക്കലും മലയാളം പടമോ അല്ലെങ്കിൽ ഒരു തമിഴ് പടമായിട്ടോ കമ്പയർ ചെയ്യാൻ പാടില്ല. സിനിമ ഒരു ആവറേജ് ലെവലിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്ക് അതിൻ്റെയും താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു മോഹങ്ങളെല്ലാം മാറ്റി വെച്ച് പോവുകയാണെങ്കിൽ ഒരു ആവറേജ് എൻ്റർടൈനർ എന്നുള്ള ലെവലിലേക്ക് പോകാം. എന്തായാലും ഇവിടെ മലയാളം ഡബ് ചെയ്തതിനകത്തിലാണ് കൂടുതലും ഒരു ഫീല് കുറവ് നമുക്ക് കിട്ടിയത്. എവിടെയൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നിയതും. എന്തായാലും 2 കാര്യങ്ങളും കൂടെ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ പുഷ്പ 2-ന് അല്ലു അർജുന് നാഷണൽ അവാർഡ് ലഭിക്കുമോ എന്നുള്ളത് പറയാം. കാരണം പുഷ്പയ്ക്ക് കിട്ടാമെങ്കിൽ പുഷ്പ 2-നും കിട്ടാൻ ചാൻസ് ഇല്ലേ എന്ന ചോദ്യമാണ്. മമ്മൂട്ടിയെ വിട്ടേക്കൂ, ഭ്രമയോഗത്തെയും വിട്ടേക്കൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.